വയനാട്ടിൽ ഭീതി സൃഷ്ടിച്ച തോൽപ്പെട്ടി 17 കടുവയെ തിരുവനന്തപുരം സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ചിരിക്കുന്നു. ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. വിവരങ്ങളുമായി അർച്ചന രവീന്ദ്രനും നമുക്കൊപ്പമുണ്ടാവും. വയനാട്ടിൽ ഭീതി സൃഷ്ടിച്ച തോൽപ്പെട്ടി 17 എന്ന നമ്പറിട്ട കടുവയാണ് തിരുവനന്തപുരം സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ചിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ ആ കടുവയുടെ ദൃശ്യങ്ങൾ കാണുന്നില്ല. ഇവിടെയുള്ള ഒരു കടുവയുടെ ദൃശ്യങ്ങൾ മാത്രമാണ് പ്രേക്ഷകർ കാണുന്നത്. അർച്ചന രവീന്ദ്രൻ പ്രേക്ഷകർക്കൊപ്പം ചേരും. അർച്ചന രവീന്ദ്രൻ വന്നു കടുവ. ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. അർച്ചന രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർച്ചന രവീന്ദ്രൻ, കടുവ എത്തിയോ സുവോളജിക്കൽ പാർക്കിൽ? അതെ അരുൺ, അതെ കടുവ എത്തിയിട്ടുണ്ട് സുവോളജിക്കൽ പാർക്കിൽ. അല്പസമയം മുമ്പാണ് കടുവയെ എത്തിച്ചത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയായിരുന്നു കടുവയെ വയനാട്ടിൽ നിന്നും ഇങ്ങ് തിരുവനന്തപുരത്ത് എത്തിച്ചത്. ഇപ്പം അല്പസമയം മുമ്പാണ്. നമുക്കറിയാം, കഴിഞ്ഞ മാസം 23-ാം തീയതി ആയിരുന്നു ഇത്തരത്തിൽ വലിയൊരു ഭീതി സൃഷ്ടിച്ച രീതിയിൽ കടുവയെ വയനാട്ടിൽ നിന്നും പിടികൂടിയത്. തുടർന്ന് ഇന്ന് സുവോളജിക്കൽ പാർക്കിലേക്ക് എത്തിച്ച വിവരമാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. കേണിച്ചിറ എടക്കാട് കൂട്ടിലകപ്പെട്ട തോൽപ്പെട്ടി 17 കടുവയാണ് ഇപ്പോൾ തിരുവനന്തപുരം സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ചത്. എന്തായാലും മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ച വിവരം കൂടെ നമുക്ക് പങ്കുചേരാനുണ്ട്. എന്തായാലും ജനവാസ മേഖലകളിൽ ഇറങ്ങിയും കന്നുകാലികളെ ആക്രമിച്ചുമായിരുന്നു ആ കടുവ വലിയ രീതിയിൽ അവിടെ ആഘാതം സൃഷ്ടിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. എന്തായാലും ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ച ഒരു അവസ്ഥയാണ്. ഓക്കെ, വയനാട്ടിൽ ഭീതി സൃഷ്ടിച്ച തോൽപ്പെട്ടി 17 എന്ന നമ്പറിട്ട കടുവയാണ് തിരുവനന്തപുരം സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ചിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണാം. അർച്ചന രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ആ ദൃശ്യം എത്തിയില്ല കേട്ടോ, ഇപ്പം എത്തും. നമ്മൾ കടുവയല്ലേ, കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എന്നാലും ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കാം. തോൽപ്പെട്ടി 17 എന്ന കടുവ പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും അല്ലേ? വയനാട്ടിൽ വല്ലാതെ ഭീതി സൃഷ്ടിച്ചൊരു കടുവയാണ്. അപ്പോൾ ആ കടുവയെ നമുക്കൊന്ന് കാണാമായിരുന്നു. തിരുവനന്തപുരത്ത് സുവോളജിക്കൽ പാർക്കിൽ ആ കടുവയെ അല്പസമയം മുമ്പ് എത്തിച്ചിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാമെന്ന് തോന്നുന്നു. നിൽക്കണോ പോണോ എന്നുള്ളതാണ് ചോദ്യം എന്നെനിക്കറിയാം, പ്രേക്ഷകർ ചോദിക്കുന്ന ചോദ്യം. ആ ദൃശ്യങ്ങൾ വരാതിരിക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വന്നു തോൽപ്പെട്ടി 17 കടുവയെ കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ്. അരിക്കൊമ്പനെ കൊണ്ടുപോയ അതേ ലോറിയിലാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ കടുവയെ എത്തിച്ചിരിക്കുന്നു. കടുവയെ കൂട്ടിലാണ് എത്തിച്ചിരിക്കുന്നത്. കടുവയുടെ ദൃശ്യങ്ങൾ നമുക്കുണ്ടാകും. സുവോളജിക്കൽ പാർക്കിലേക്കാണ് കടുവയെ എത്തിച്ചിരിക്കുന്നത്. തോൽപ്പെട്ടി 17 മൊത്തം കൂടൊക്കെ അടച്ച് ഭദ്രമാക്കിയിരിക്കുന്നു. ഇതാണ് കടുവയുടെ കൂട്, മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. തോൽപ്പെട്ടി 17 എന്ന കടുവയെ തിരുവനന്തപുരം സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ചതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഞാനും കടുവയെ കാണാനുള്ള ഒരു ആഗ്രഹവുമായിട്ടാണ് നിന്നത്. പക്ഷേ കടുവയെ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. കടുവയെ മറച്ചാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു കടുവയുടെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമെന്ന്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ വാഗ്ദാനം ചെയ്തതല്ല, അങ്ങനെ ഒരു ദൃശ്യമുണ്ടെന്ന് നമ്മൾ കരുതി. പക്ഷേ കടുവയെ ആ ദൃശ്യങ്ങളുണ്ട് അല്ലേ? ദൃശ്യങ്ങൾ അവസാനം വരും. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. കടുവയെ പുറത്തിറക്കുന്ന ദൃശ്യങ്ങളുണ്ടോ? തോൽപ്പെട്ടി 17 എന്ന കടുവ നമ്മൾ വയനാട്ടിൽ ഏറെ ചർച്ച ചെയ്യുകയും ഏറെ വാർത്തകൾ നിറഞ്ഞു നിൽക്കുകയും ചെയ്ത കടുവയാണ്. ഇതാണ് ആ കടുവ, തോൽപ്പെട്ടി 17. അവൻ വിശ്രമത്തിലാണ്. തോൽപ്പെട്ടി 17. അങ്ങനെ തോൽപ്പെട്ടി 17 എന്ന നമ്പറിട്ട കടുവയെ തിരുവനന്തപുരം സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ചിരിക്കുന്നു. അല്ലല്ല, അവൻ ഉണർന്നിരിക്കുകയാണ്. പരിക്കുകളൊക്കെ മാറി ആരോഗ്യത്തോടു കൂടിയിരിക്കുന്ന കടുവയാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. കടുവയെ കണ്ടു അല്ലേ? തോൽപ്പെട്ടി 17 എന്ന പേരിട്ട കടുവ വയനാട്ടിൽ വല്ലാതെ ഭീതി സൃഷ്ടിച്ച കടുവയാണ്. ആ കടുവയെ പിടികൂടിയിരുന്നു നമ്മൾ. അതിനുശേഷം ഇപ്പോൾ തിരുവനന്തപുരം സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ചിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ച കടുവ. ഗംഭീരമൊന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ഇതെവിടെ എത്തിയതെന്ന് പുള്ളിക്കൊരു പിടി കിട്ടിയിട്ടില്ല. തിരുവനന്തപുരത്താണ്. കടുവയ്ക്ക് എന്ത് തിരുവനന്തപുരം അല്ലേ? സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ച കടുവ വളരെ ഉഷാറായി തന്നെ ഇരിക്കുന്നു. ആരോഗ്യ ദൃഢഗാത്രനായിരിക്കുന്ന തോൽപ്പെട്ടി 17 എന്ന കടുവ. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. താങ്ക് യു അർച്ചന. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഞങ്ങളുടെ വീഡിയോ ജേർണലിസ്റ്റും ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അപ്പോൾ ആ ദൃശ്യങ്ങൾ കണ്ടു. അപ്പോൾ ആദ്യം ഞാൻ കരുതി ആ വണ്ടി മാത്രമേ കാണത്തുള്ളൂ എന്ന്. പക്ഷേ ആ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. ആരോഗ്യ ദൃഢഗാത്രനായ തോൽപ്പെട്ടി 17 എന്ന കടുവയാണ് പ്രേക്ഷകർ കണ്ടത്. അപ്പോൾ